നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പനയമ്പാടത്ത് 4 വിദ്യാർത്ഥികളുടെ അപകടമരണത്തിൽ അനുശോചനം അറിയിച്ച നടനും എംപിയുമായ സുരേഷ് ഗോപി സമൂഹമാധ്യമത്തിലൂടെയാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. പെൺമക്കൾ നഷ്ടമാവുമ്പോഴുള്ള സങ്കടത്തിന്റെ വ്യാപ്തിയും ആഘാതവും അറിയുന്ന അച്ഛനാണ് താനെന്ന് അദ്ദേഹം പ്രതികരിച്ചു. കുട്ടികളെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെൺമക്കൾ നഷ്ടമാവുമ്പോഴുള്ള സങ്കടം, ആ സങ്കടത്തിന്റെ വ്യാപ്തിയും ആഘാതവും അറിയുന്ന ഒരു അച്ഛനാണ് ഞാൻ. ഒരു അച്ഛനായും മനുഷ്യനായും ഞാൻ ഈ അപ്രതീക്ഷിതമായ നഷ്ടത്തിന്റെ വേദനയിലും വിഷമത്തിലും കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നു. ആ പെൺമക്കളുടെ സ്വപ്നങ്ങൾ നിറഞ്ഞ ആ പുഞ്ചിരികളും സ്നേഹവും ചേർന്ന ഓർമ്മകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഈ മക്കളുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നുവെന്നായിരുന്നു സുരേഷ് ഗോപി പങ്കുവച്ച പോസ്റ്റ്. അതിനിടെ ഇർഫാന, ഷെറിൻ, റിദ ഫാത്തിമ, നിദ ഫാത്തിമ, ആയിഷ അടുത്തടുത്ത ഖബറുകളിലെ പച്ചമണ്ണിൽ കുത്തിവെച്ച മൈലാഞ്ചി ചെടികളുടെ ചുവട്ടിൽ 4 പേർക്കും ഇനി നിത്യനിദ്ര. മദ്രസയിൽ പഠിക്കുമ്പോൾ മുതൽ ഒരുമിച്ചായിരുന്നു. ഒന്നിച്ച് പഠിച്ചു വളർന്നു. ഒരുമിച്ച് കിനാവുകൾ കണ്ടു. സന്തോഷവും വേദനകളും കുറുമ്പുകളും പങ്കുവച്ചു. വേർപിരിയാൻ ആഗ്രഹിക്കാത്തവർ തുപ്പനാട് ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ അടുത്തടുത്തായി തീർത്ത ഖബറുകളിൽ ഇനി ഒരുമിച്ചുറങ്ങും. കരിമ്പ അപകടത്തിൽ മരിച്ച കൂട്ടുകാരികളെ മൃതദേഹങ്ങൾ ഖബറടക്കത്തിനായി എടുത്തപ്പോൾ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അജ്ന ഷെറിൻ പൊട്ടിക്കരഞ്ഞു. വ്യാഴാഴ്ച പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ സിമന്റ് ലോറി ദേഹത്തേക്ക് മറിഞ്ഞാണ് കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ കുട്ടികൾ മരിച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം തുപ്പനാട് കരിമ്പനയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചതോടെ ആയിരങ്ങളാണ് കുട്ടികൾക്ക് വിട ചൊല്ലാനെത്തിയത്. ഒപ്പം പഠിച്ചിരുന്ന കുട്ടികൾ വാവിട്ട് കരഞ്ഞു. അധ്യാപകർക്കും നിയന്ത്രണം വിട്ടു. ഒരുമിച്ചുള്ള ഓർമ്മകൾ എടുത്തെടുത്ത് പറഞ്ഞാണ് പലരും കരഞ്ഞത്. ഒരു തവണ പോലും കണ്ടിട്ടില്ലാത്ത പല നാട്ടുകാരും കുഞ്ഞുങ്ങളെ കാണാനെത്തി. മൃതദേഹങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചപ്പോൾ തന്നെ ഖുർആൻ പാരായണവും പ്രാർത്ഥനയും തുടങ്ങിക്കഴിഞ്ഞു. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകി. 10:30 തൊട്ടടുത്തുള്ള തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് വിലാപയാത്രയെ എത്തിച്ചു. ജനാസ നമസ്കാരത്തിന് എത്തിയവരെ കൊണ്ട് പള്ളി നിറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഇമ്പിച്ചിക്കോയ തങ്ങൾ പഴയ ലക്കിടി പ്രാർത്ഥനയ്ക്കിടെ വിങ്ങിപ്പൊട്ടി. കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഉറ്റവർക്കും ക്ഷമയും സഹനശക്തിയും നൽകാൻ തങ്ങൾ പ്രാർത്ഥിച്ചു. പള്ളിയിലെ ജനാസ നമസ്കാരത്തിന് ഇമ്പിച്ചിക്കോയ തങ്ങൾ കൊടക്കാടും ഖബറടക്ക ചടങ്ങുകൾക്ക് തുപ്പനാട് മഹൽ ഖാസി ഇബ്രാഹിം അൻവരി പഴയന്നൂരും നേതൃത്വം നൽകി. ഖബറടക്കം കഴിയും വരെ വൻ ജനാവലി ഖബർസ്ഥാനിലും ഉണ്ടായിരുന്നു. ഇതിനിടെ 4 വിദ്യാർത്ഥികളെ മരണത്തിനിടയാക്കിയ പാലക്കാട് പനയമ്പാടത്ത് ഇന്ന് സംയുക്ത സുരക്ഷാ പരിശോധന നടക്കുന്നുണ്ട്. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, നാഷണൽ ഹൈവേ അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. ഇന്നലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് രാവിലെ 11:30 അപകടസ്ഥലം സന്ദർശിക്കുന്നുണ്ട്. മരിച്ച 4 വിദ്യാർത്ഥികളുടെ വീടുകളിലും മന്ത്രി എത്തും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.